നമ്മുടെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്നുള്ള പടം ഞാൻ മണിയെ വെച്ച് ചെയ്തു. അപ്പോൾ അന്ന് മണിയൊരു വെറും കോമഡിയനായിരുന്നല്ലോ. ആ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മാളച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട്, അതാണ് ഒരു കലാകാരൻ്റെ ഒരു അതിനോടുള്ള ഇഷ്ടം. എടാ ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് താടാൻ മോനെ, എടാ ഞാൻ കലക്കും. ഞാൻ സത്യമായിട്ട് എനിക്ക് ഇപ്പോഴും ആ വാക്ക് എനിക്ക് ആലോചിക്കുന്നുണ്ട്. കാരണം മണിയെപ്പുള്ളി അങ്ങ് വാനോളം പുകഴ്ത്തുവാണ്. അതിനൊപ്പം പുള്ളിയുടെ ഒരു ആഗ്രഹം, ആ പുള്ളി ശരിയായിരിക്കാം ചിലപ്പോൾ കേട്ടോ. എനിക്ക് അത്ര ഒരു ക്യാരക്ടർ പുള്ളിക്ക് ഒരു ഹീറോ ആയി കൊടുക്കാനൊന്നും പറ്റിയില്ല. ചിലപ്പോൾ നമ്മളെ കരയിക്കുന്ന രീതിയിൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു പുള്ളി. ഇത് പറ്റിയില്ലെന്ന് പറയുമ്പോൾ ഇത് ഇതിന്റെ വാലും തലയിലും ഒരു വ്യവസായം കിടക്കുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ സംവിധായകനായാലും ശരി, എഴുത്തുകാരനായാലും ശരി, അതിന് കൂടെ നിന്നേ പറ്റൂ. അതില് വലിയ അല്ല നേരത്തെ അങ്ങനെയൊക്കെ അസാധ്യ ധൈര്യം അന്ന് കാണിച്ചത്. അന്ന് നമ്മള് മണി എന്നൊരു അത്ര വലിയ വ്യവസായ വാല്യുള്ള ആളല്ല ഹീറോ ആയിട്ടല്ല, കോമഡിയനായിട്ട് മാത്രം നിൽക്കുകയാണ്. അപ്പം അതാണ് പുള്ളി അന്ന് പറഞ്ഞത്. എന്ന് മാത്രമല്ല, അന്നൊരു വലിയ സംഭവം ഉണ്ടായത്, സത്യത്തിൽ അന്ന് നമ്മുടെ ഇന്ദ്രൻസി ചെയ്ത വേഷം ആ ചായക്കടയിലൊരു കാലിച്ചടന്തി ചായ അടിക്കുന്ന മാളച്ചേട്ടനെ ആലോചിച്ച. പക്ഷെ മാളച്ചേട്ടൻ ഒരു ഫിഗർ വലുതാണ്, നമുക്കൊരു കൊച്ചു ആള് വേണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ദ്രൻസിനെ ഇട്ടത്. ഞാൻ പറഞ്ഞു വന്നത്, മാളച്ചേട്ടന് അത്തരം ക്യാരക്ടറൊക്കെ നമ്മൾ അത്തരം ഒരു മുഴുനീള ക്യാരക്ടർ സീരിയസ് മാളച്ചേട്ടന് കിട്ടിയിട്ടില്ല എന്നെനിക്ക് കിട്ടിയിട്ടില്ല. സീരിയസ് മുഴുനീളയില്ല. ഇല്ല, ഞാൻ ഒരു ഹീറോ, മണി ഹീറോ ആയിരുന്നല്ലോ വാസന്തി ലക്ഷ്മിയിൽ. ഞാൻ ഈ വാര്യരെ നിധിയിലെ വാര്യരെ ആലോചിച്ചോ പറയുകയാണ്, ഒരു മുഴുനീള നാടകത്തിൽ നമ്മളെ അതിശയിപ്പിച്ച അഭിനയം കാഴ്ചവെച്ച ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയും, ഇപ്പം പിഷാരടി പറഞ്ഞല്ലോ ജനം എങ്ങനെ ആഘോഷിക്കുന്നു. മാളച്ചേട്ടൻ്റെ ആ കാലഘട്ടത്തിൽ മാളച്ചേട്ടൻ്റെ അഭിനയവും മാളച്ചേട്ടനെ അറിയാവുന്നവരും തീർച്ചയായിട്ടും ആഘോഷിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ. തീർച്ചയായിട്ടും വലിയ ആഘോഷം. അതുപോലെ മിമിക്രി ആർട്ടിസ്റ്റുകൾ അനുകരിക്കുന്ന ഞാൻ സ്റ്റേജിൽ കണ്ട് തലേ കെട്ടൊക്കെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വരുമ്പോൾ തന്നെ ആളുകൾ എത്രയോ സ്റ്റേജുകളിൽ വലുതായിട്ട് കൈയടിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ?